ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഈ ഫ്രൈഡേ എൻ്റെ ലഞ്ച് എന്താ കാണണ്ടേ? നല്ല കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ കോഴിക്കോട്ടായിരിക്കും ദം ബിരിയാണി കഴിഞ്ഞിട്ടല്ലേ വേറെ എന്തുള്ളൂ. എന്തായാലും ബിരിയാണിയിൽ എനിക്ക് കോഴിക്കോടൻ ദം ബിരിയാണി ഏറ്റവും ഇഷ്ടം. അപ്പോൾ പിന്നെ ഈ ഫ്രൈഡേ നല്ല അടിപൊളി കോഴിക്കോടൻ ദം ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയണ മാതിരി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റെസിപ്പി വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമ്മളെ നാട്ടിലെ പോലെ വാഴയില കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഫോയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വാഴൻ്റെ ഇല വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും, ഒക്കെ ശരി തന്നെ. പക്ഷെ കുവൈറ്റിൽ ഇവിടെ വാഴയില കിട്ടാനാ. അങ്ങനെ ഈ സ്മെല്ലടിച്ചിട്ട് എൻ്റെ കൺട്രോൾ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോയിലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ റൈസൊക്കെ വേറെ പാത്രത്തിലേക്ക് വെച്ച് അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തീയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുന്നുണ്ട്. കാരണം ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്, അപ്പോൾ മറ്റേ സൈഡ് കൂടി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുന്നുണ്ട്. എന്നാലും ചിക്കനിലൊക്കെ നല്ല ഫ്ലേവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന ഫുഡൊക്കെ കഴിച്ച് രാത്രിയായിട്ടാട്ടോ. അങ്ങനെ മസാല ഒക്കെ ഏകദേശം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വിളമ്പുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഇവിടെ പ്രവാസികൾ എപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് ഫ്രൈഡേ. ഫ്രൈഡേ ആകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ അതിലേക്ക് മസ്റ്റായിട്ട് ഒരു കാര്യം കൂടി വേണം, ഉള്ളിപ്പിലിട്ടത്. നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, ഞാൻ അതിന് ഉള്ളിപ്പിലിട്ടതെന്ന് മാത്രമേ പറയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ തൈരിലും കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് റൈസ് ഇട്ട് അതിലേക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം എൻ്റെ കെട്ടിയോനിക്കുള്ള പ്ലേറ്റ് തന്നെ റെഡിയാക്കാം. അങ്ങനെ ചിക്കൻ വെച്ചതിന് അപ്പോൾ കുറച്ച് തൈരൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളി ഉപ്പിലിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നെല്ലറിൻ്റെ അച്ചാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി അച്ചാർ കേട്ടോ, നെല്ലറിൻ്റെ കട്ട് മാംഗോ പിക്കിൾ. അപ്പോൾ ഇതിൽ വേറെ അച്ചാറൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നെല്ലറിൻ്റെയിൽ ഞാൻ ഇത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളുടെ കൊടുത്ത് അടുത്തത് മോൻ്റെതാകുമ്പോൾ റിവ്യൂ ഓൺ ദ സ്പോട്ട് കിട്ടും. അപ്പോൾ വേറെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അപ്പോൾ ആൾ എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. എങ്ങനെയുണ്ട് മോനെ? അടിപൊളിയല്ലേ? ഓ അൽഹംദുലില്ലാ, ഹൈർ. മോനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിലിരുന്ന് എല്ലാവരും ഇതുപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഫ്രൈഡേ ആകുമ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കുക. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ വായിലേക്കൊന്നും ഇടണ്ടേ, കാരണം ഉണ്ടാക്കിയ ആൾക്ക് എന്തായാലും വിശപ്പുണ്ടാവല്ലോ. ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെസിപ്പിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്